ഹായ്. സ്കൂൾ വിട്ട് വന്നപ്പോൾ അല്ലൂസിന് ജലദോഷം മൂക്കടപ്പൊക്കെ ആയിട്ടൊരു സുഖമല്ല. എന്നാൽ പിന്നെ ഡോക്ടറെ കാണിച്ചേക്കാമെന്ന് കരുതി. അവനെ കുഞ്ഞുനാൾ മുതൽ കാണിക്കുന്ന ഹോസ്പിറ്റലാണിട്ടത്. കുഞ്ഞുങ്ങളെ മാത്രം കാണിക്കുന്ന ഹോസ്പിറ്റലാണ്, വലിയ ഇതൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുങ്ങൾക്കായിട്ട് കുറേ കളിക്കാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കല്ലുമ്മൾ എപ്പോൾ ചെന്നാലും അതിലൊക്കെ കയറിപ്പറ്റും. വീട്ടിലുള്ള അവളുടെ അടുത്തുള്ള വണ്ടികളൊക്കെ തന്നെ, അതുകൊണ്ട് അവൾക്ക് പേടിയൊന്നുമില്ല. ചെന്ന് ഓടി എല്ലാത്തിലും കയറും. അങ്ങനെ ഡോക്ടറൊക്കെ കാണിച്ചതിന് ശേഷം എനിക്ക് അടുക്കളയിലേക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞങ്ങൾ മാളിലോട്ട് കയറി കേട്ടോ. കുറച്ച് ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും അങ്ങനെ എടുത്തിട്ടില്ല. ലിക്വിഡ് എന്തോ എടുത്തു, പിന്നെ പുട്ടുപൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിഠായിയുടെ സെക്ഷനിലോട്ട് ഇതേ അച്ഛനെയും കൂട്ടി മക്കൾ വന്നിട്ടുണ്ട്. പക്ഷെ മോന് അത്ര വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട് അധികം മിഠായി ഒന്നും എടുക്കാൻ അയച്ചില്ല. ഒന്ന് രണ്ടെണ്ണം എടുത്ത് പോന്നു. പിന്നെ ഫുഡിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം. ഇപ്പം മൂക്കടപ്പം ജലദോഷമൊക്കെ ആകുമ്പോൾ ഓറഞ്ച് അങ്ങനത്തെ ഒന്നും കൊടുക്കണ്ട ഡോക്ടർ പറഞ്ഞ കാരണം ഞങ്ങളത് മേടിച്ചില്ല. ഒരു ഡ്രീം കേക്ക് മേടിച്ചു കൊടുത്തു. തണുപ്പൊക്കെ കുറച്ച് ആറിയിട്ട് അവർക്ക് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതൊരെണ്ണം മേടിച്ചു. അത് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എപ്പോൾ വന്നാലും കല്ലുമോള് മുകളിൽ പോയി കളിക്കാറൊക്കെ ഉള്ളത്. അവിടേക്ക് പോയിട്ട് ഭയങ്കര വിഷമം. അങ്ങനെ ഒന്ന് മേളിലേക്ക് പോയി അച്ഛനും മോളും കൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി പോന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മീൻ മേടിച്ചു. മീനൊക്കെ മേടിച്ചതിന് ശേഷം കല്ലുമോൾ ചായ കുടിച്ചില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു തട്ടുകട ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ തട്ടുകടയിൽ നിന്ന് ഗ്രീൻ പീസിൻ്റെ എന്തോ ഒരു സംഭവം അതും പിന്നെ ഒരു ഓംപ്ലേറ്റും മേടിച്ചു കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോകുന്നത്, അതുകൊണ്ട് ഒന്നും ആവശ്യം വന്നില്ല. വിശപ്പില്ലായിരുന്നു, അപ്പോൾ അത്രയും മേടിച്ചു. അത് കൊടുത്തു. പിന്നെ വീട്ടിലെത്തി ഡ്രീം കേക്കിനൊക്കെ ഒന്ന് കണ്ടോ, തണുപ്പാറാൻ വേണ്ടി വെച്ചവർ രണ്ടാമത് നോക്കിക്കുന്നു.